ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ 73 കൊല്ലക്കാലം അധ്യയനത്തിലും അധ്യാപനത്തിലുമായി കഴിച്ചു കൂട്ടി. പോകുന്ന സമയത്ത് ഉമ്മ കൊടുത്ത 40 ദീനാറല്ലാതെ മറ്റൊന്നും മഹാനരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത് ദ്രുതഗതിയിൽ തീരുകയും ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നലെ പറഞ്ഞതുപോലെ നേരത്തിന് ഭക്ഷണം കഴിക്കണമല്ലോ, അതിനുവേണ്ടി മഹാനവറുകൾ കൈത്തൊഴിൽ ചെയ്തും മറ്റുമൊക്കെ ജീവിതോപാധി കണ്ടെത്തി. പക്ഷേ ഹറാമും ശുബ്ഹയും കലർന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും ലഭ്യമാകൽ പ്രയാസകരമായപ്പോൾ ശൈഖ് അവറുകൾ പിന്നെ ആ വഴിയും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. മഹാനവറുകൾ തന്നെ പറഞ്ഞു, വറഴ് എന്ന് പറഞ്ഞാൽ എന്താ? വറഴ് എന്ന് പറഞ്ഞാൽ ഹറാമിൽ അകപ്പെട്ടു പോകുമോ എന്ന ചിന്ത കൊണ്ട് അനുവദനീയമായ സംഗതികൾ തന്നെ മാറ്റി വെക്കുന്നതിനേക്കാളും വറഴ് എന്ന് പറയാം. അലൈക്കബിൽ വറഴ് ശൈഖ് അവറുകൾ തന്നെ പറഞ്ഞത് കാണാം, ഈ വറഴിനെ നിർബന്ധമാക്കണം. وإلا فالهلاك في بطنك ملازم لك لا تنجو منه أبدا. അല്ലാത്ത പക്ഷം നാശം നിന്റെ പിരടിയിൽ തന്നെയുണ്ട്, രക്ഷപ്പെടുക സാധ്യമല്ല. അപ്പൊ വറഴ് ഹറാമിൽ പെട്ടുപോകുമോ എന്ന നിലക്ക് ഹലാലായത് തന്നെ മഹാനവറുകൾ ഉപേക്ഷിക്കുന്ന ആ അവസ്ഥ വന്നപ്പോ ശക്തമായ വിശപ്പ്, പട്ടിണി, അങ്ങനെ കാലം കുറെ മുന്നോട്ട് പോയി. ശൈഖ് അവറുകളുടെ ഉമ്മ ജയിലാനിൽ നിന്ന് ഇടക്ക് ബഗ്ദാദിലേക്ക് വരുന്ന ആളുകളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചില്ലാനും കൊടുത്താൽ ഷെയ്ഖ് അബ്ദുൽ ഖാദറിന് കൊടുക്കാൻ വേണ്ടി, അന്ന് ഷെയ്ഖൊന്നും ആയിട്ടില്ല, അബ്ദുൽ ഖാദറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലത് കിട്ടും, ചിലത് കിട്ടൂല. കാരണം കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? ശൈഖ് അവറുകൾക്ക് ഒരു സ്ഥിരം വാസകേന്ദ്രം എങ്ങനെ നടക്കില്ല, പലയിടത്തുമായി സഞ്ചരിക്കുകയാണ്. എവിടേക്ക് വെച്ചിട്ട് അയക്കുക, ഇന്ന സ്ഥലം ഇല്ല, പലയിടത്തും ഉണ്ടാകുക എന്നല്ല. മഹാനവറുകളെ തിരിച്ചറിയാനുള്ള ഒരു അഡ്രസ്സും ഇല്ല. അപ്പൊ ഉമ്മ കൊടുക്കുന്ന ഈ ചില്ലാനം നാണയത്തുട്ടുകൾ എല്ലാം ലഭിക്കില്ല, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. പലപ്പോഴും മഹാനവറുകൾ ഈ മരത്തിന്റെ ഇലകളൊക്കെ ഭക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹലാലായതൊന്നും കിട്ടാനില്ല, അപ്പൊ പിന്നെ പച്ചിലകൾ ഭക്ഷിക്കാം. പലപ്പോഴും ഈ വേസ്റ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ജനങ്ങൾ കൊണ്ടുപോയി തള്ളുമല്ലോ, അതൊക്കെ പെറുക്കി കഴിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശൈഖ് അവറുകൾ. ഔലിയാക്കളുടെ ജീവിതം ത്യാഗോജ്ജലമായ ജീവിതമാണ്. ഈ മൻബൂദ ജനങ്ങൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ, അപ്പൊ ഭക്ഷണത്തിൽ ആ സംഗതികളൊക്കെ അങ്ങനെ എടുത്ത് ഭക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം മഹാനവറുകൾ പറയണം, വിലക്കയറ്റം ശക്തമായ സമയം, ഒന്നും തിന്നാതെ ദിവസങ്ങളോളം ഞാൻ കഴിച്ചു കൂട്ടി. ഇങ്ങനെ ഈ വേസ്റ്റ് ഇങ്ങനെ ജനങ്ങൾ കൊണ്ടുപോയിരുന്ന മിച്ചം ഭക്ഷിച്ചിട്ട് ഒരു ദിവസം അത് കിട്ടാൻ വേണ്ടി നദിക്കരയിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ മുമ്പ് സാധുക്കളായ കുറെ ആളുകൾ ചെന്ന് അവിടെ അതൊക്കെ എടുത്ത് ഭക്ഷിച്ചിരുന്നു. അപ്പൊ ഒന്നും എനിക്ക് കിട്ടിയില്ല, ശക്തമായ വിശപ്പ്. ഞാൻ അവിടെ കണ്ട ഒരു പള്ളിയിൽ കയറി മരണത്തെ മുഖാമുഖം കഴിഞ്ഞു. കാരണം ഒന്നുമില്ല, വയറ്റിലൊന്നുമില്ല, ജീവൻ നിലനിർത്താനൊന്നുമില്ല. മരണത്തിന് കൈ കൊടുക്കാനെടുത്തു, മരിക്കാനെടുത്തു. അപ്പൊ ഒരു അനറബി ദേശക്കാരനായ ഒരു യുവാവ് കടന്നു വന്നു. അയാൾ പള്ളിയിൽ പ്രവേശിച്ചു. അയാളുടെ കയ്യിൽ നല്ല റൊട്ടിയും ചുട്ട കോഴിയുമുണ്ട്. അയാൾ ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ തിന്നാൻ തുടങ്ങി. അപ്പൊ അയാൾ ഓരോ കഷ്ണം വായിലേക്ക് ഇങ്ങനെ ഉയർത്തുമ്പോഴും ഞാൻ അറിയാതെ വാ ഇങ്ങനെ കുളിക്കുക. വിശപ്പിന്റെ ഊക്കുകൊണ്ട് അയാളെ വാ ഇങ്ങനെ ഓരോ ഉരുള വായിലേക്ക് വെക്കുമ്പോഴും ഞാനിങ്ങനെ വാ കുളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ ആ അവസ്ഥയിൽ കണ്ടപ്പോ ബിസ്മില്ല കഴിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് നീട്ടി. അപ്പൊ എന്റെ അഭിമാനം അതിനെ സംബന്ധിച്ചില്ല. ഫഅബൈതു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഫഅഖ്സമ അലയ്യ, അയാൾ എന്നോട് ആണയിട്ട് കഴിച്ചേ തീരൂ നിർബന്ധം പിടിച്ചപ്പോ ഫഅഖൽതു മുഖസ്സറൻ, ഒരു കഷ്ണം അത് കഷ്ണാക്കി ഞാൻ കഴിച്ചു. അപ്പൊ അങ്ങനെ
കൂടിയിരുന്നപ്പോ അയാൾ ഇങ്ങനെ വർത്തമാനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ ഏത് ദേശക്കാരനാണ്? അപ്പോ ഞാൻ പറഞ്ഞു മുത്തഫഖിഹുൻ മിൻ ജൈലാൻ, ജൈലാനിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനും ജൈലാൻ ദേശക്കാരനാണല്ലോ. നിങ്ങൾക്ക് അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഒരു യുവാവിനെ അറിയുമോ? അദ്ദേഹം അറിയപ്പെടാറ് അബ്ദുല്ലാഹി സുൽമഹിയുടെ മകളുടെ പുത്രൻ എന്ന നിലക്കാണ്. അദ്ദേഹത്തെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാനാണ് അബ്ദുൽ ഖാദിർ. ഇത് കേട്ടപ്പോൾ അയാളാകെ വിറച്ചു, അയാളെ നിറമാകെ മാറി. അയാൾ പറഞ്ഞു അല്ലാഹുവാണ് സത്യം, ലഖദ് വസൽതു ഇലാ ബഗ്ദാദ, ഞാൻ ഈ ബഗ്ദാദിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ കൂടെ എനിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. ഞാൻ നിങ്ങളെ കുറിച്ച് കുറെ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് ഒരാളും നിങ്ങളെ കുറിച്ചുള്ള വിവരം പറഞ്ഞില്ല. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ ഭക്ഷണങ്ങളൊക്കെ തീർന്നു, എന്റെ കയ്യിൽ ഞാൻ കരുതിയ ഭക്ഷണങ്ങളൊക്കെ തീർന്നു. 3 ദിവസം ഞാൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെ കഴിച്ചുകൂട്ടി. 4ാമത്തെ ദിവസമായപ്പോ എന്റെ കയ്യിൽ ആകുള്ളത് പിന്നെ നിങ്ങളെ മുതൽ ഏതെന്ന് വെച്ചാൽ നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി 8 ദീനാർ 8 സ്വർണ്ണ നാണയം ആകെ കൊടുത്തയച്ചിരുന്നു. അപ്പൊ അത് ചെലവാക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾക്കുള്ളതല്ലേ. എന്റെ സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് 3 ദിവസം ഞാൻ ഒന്നും തിന്നാതെ ഇങ്ങനെ പട്ടിണിയിലായി കഴിഞ്ഞു കൂട്ടി. 4ാമത്തെ ദിവസമായപ്പോ പടച്ചറപ്പ ഇനി ശവം അനുവദിക്കപ്പെടുന്ന അവസ്ഥയായിട്ടുണ്ട്. എനിക്ക് ശവം അനുവദിക്കപ്പെടുന്ന നിവൃത്തികളിന്റെ ഘട്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഉമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സമ്പത്തിൽ നിന്ന് അല്പം ഞാൻ എടുത്ത് കുറച്ച് റൊട്ടിയും ചിക്കനും മേടിച്ചതാണ്. അതുകൊണ്ട് ഫക്കുൽ ത്വയ്യിബൻ, നിങ്ങൾ നല്ല മനസ്സോടെ തിന്നോളൂ, നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഞാപ്പങ്ങൾ അതിഥിയാണ്. അപ്പോഴാണ് ഈ കഥ പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. അതൊന്നും പ്രശ്നമല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് അതിൽ നിന്ന് അല്പം കൊടുത്തു എന്ന് ശൈഖുകൾ പറയും. ഇങ്ങനെ ത്യാഗോജ്ജലമായ ജീവിതമാണ് ഔലിയാവിന്റെ ജീവിതം. അവർ ഈ ദർജയിലേക്കൊക്കെ എത്തിയത് വെറുതെ അങ്ങനെ എത്തിയതല്ല. ഒരു നേരം എടുത്തപ്പോ ഔലിയ പട്ടം കിട്ടിയതല്ല. ശൈഖുകളെ ആ മാലയിൽ തന്നെ ഉണ്ടല്ലോ, കുഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂഷാതെ കൂകി പാർപ്പിച്ച് വിട്ടോ. ആ കഥ വലിയ കഥയാണ്. ഒരു ഉമ്മ മകനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിക്കാൻ കൊണ്ടാക്കി. അങ്ങനെ ഒരിക്കൽ ഈ ഉമ്മ മകനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ മകനാകെ ശോഷിച്ച് മെലിഞ്ഞിക്കണം. കാരണം നേരം പോലുള്ള നല്ല സുഭിക്ഷമായ ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല. കുറെ കുട്ടികൾ പഠിക്കണതല്ലേ, അങ്ങനെ ജില്ലാൻ എന്തെങ്കിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പരാതി പറയാൻ വേണ്ടി ഉസ്താദായ ഷെയ്ഖ് ജീലാനി അടുക്കലേക്ക് എന്നപ്പോ മഹാനവറുകൾ നല്ല ചുട്ട കോഴികളെ കഴിക്കുക, ചുട്ട കോഴികളെ ഭക്ഷിക്കുക. എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്റെ കുട്ടി ഇവിടെ അന്നം കിട്ടാതെ പ്രയാസപ്പെടുക, നിങ്ങൾ ഇവിടെ കോഴി ഭക്ഷിക്കുക. അപ്പോ ശൈഖമറുകൾ ഈ കോഴിയുടെ തിന്നു കഴിഞ്ഞ ഈ എല്ലുണ്ടായിരുന്നു, അതിനോട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കുൽ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട് നീ പാറ് എന്ന് പറഞ്ഞപ്പോ അതൊരു കോഴിയായി പാറിയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ ആ ദർജയിലേക്ക് എത്തിയത് തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. അതാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.